യെശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 2. ജെറുസലേം രക്ഷാകേന്ദ്രം. യൂദായെയും ജെറുസലേമിനെയും കുറിച്ച് ആമോസിൻ്റെ പുത്രനായ യെശയ്യായ്ക്കുണ്ടായ അരുളപ്പാട്. അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും. എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും. അനേകം ജനതകൾ പറയും, വരുവിൻ, നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നാം ആ പാതകളിൽ ചരിക്കും. കർത്താവിൻ്റെ നിയമം സിയോനിൽ നിന്ന് പുറപ്പെടും. അവിടുത്തെ വചനം ജെറുസലേമിൽ നിന്നും. അവിടുന്ന് ജനതകളുടെ മധ്യത്തിൽ വിധികർത്താവായിരിക്കും. ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കും. അവരുടെ വാൾ കൊഴുവും അവരുടെ കുന്തം വാക്കത്തിയും ആയി അടിച്ചു രൂപപ്പെടുത്തും. രാജ്യം രാജ്യത്തിനെതിരെ വാൾ ഉയർത്തുകയില്ല. അവർ ഇനിമേൽ യുദ്ധപരിശീലനം നടത്തുകയില്ല. യാക്കോബിൻ്റെ ഭവനമേ വരിക, നമുക്ക് കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. കർത്താവിൻ്റെ ദിനം. അങ്ങ് സ്വന്തം ജനത്തെ, യാക്കോബിൻ്റെ ഭവനത്തെ കൈവിട്ടിരിക്കുന്നു. കാരണം രാജ്യം കിഴക്ക് നിന്നുള്ള ആവിചാരകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഫിലിസ്തരെ പോലെ ഭാവി പറയുന്നവരും അവരുടെ ഇടയിൽ ധാരാളമുണ്ട്. അന്യജനതകളുമായി അവർ കൂട്ടുചേരുന്നു. അവരുടെ ദേശം സ്വർണവും വെള്ളിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവരുടെ നിക്ഷേപങ്ങൾ കളവില്ല. അവരുടെ ദേശം കുതിരകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവരുടെ രഥങ്ങൾ സംഖ്യാതീതമാണ്. അവരുടെ ദേശം വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. തങ്ങൾ തന്നെ നിർമ്മിച്ച ശില്പങ്ങളുടെ മുമ്പിൽ, തങ്ങളുടെ തന്നെ കരവേലയുടെ മുമ്പിൽ അവർ കുമ്പിടുന്നു. മർത്യൻ അവമാനിതനാകുന്നു. മനുഷ്യൻ തന്നെ തരം താഴ്ത്തുന്നു. അവരോട് ക്ഷമിക്കരുതേ. പാറക്കെട്ടിനുള്ളിൽ പ്രവേശിക്കുവിൻ, പൊടിയിൽ ഒളിക്കുവിൻ. അങ്ങനെ കർത്താവിൻ്റെ ഭീകരതയിൽ നിന്നും അവിടുത്തെ മഹിമാതിശയത്തിൽ നിന്നും രക്ഷപ്പെടുവിൻ. മനുഷ്യൻ്റെ അഹന്ത തല താഴ്ത്തും, അഹങ്കാരികളെ എളിമപ്പെടുത്തും. കർത്താവ് മാത്രം ആ ദിനത്തിൽ ഉയർന്നു നിൽക്കും. കർത്താവിനൊരു ദിനമുണ്ട്, അഹന്തയും ഉന്നത ഭാവവുമുള്ള എല്ലാറ്റിനും എതിരായ ദിനം. ലബനോനിലെ ഉന്നതമായ ദേവദാരുവിനും ബാഷാനിലെ കരുവേലകത്തിനും ഉന്നതമായ പർവ്വതങ്ങൾക്കും ഉയർന്ന കുന്നുകൾക്കും ഉന്നതമായ സകല ഗോപുരങ്ങൾക്കും എല്ലാ ശക്തി ദുർഗങ്ങൾക്കും താർഷീഷിലെ കപ്പലുകൾക്കും മനോഹരമായ എല്ലാ ശില്പങ്ങൾക്കും എതിരായ ദിനം. മനുഷ്യൻ്റെ അഹങ്കാരത്തിന് അറുതി വരും. ഗർഭിഷ്ഠൻ വിനീതനാക്കപ്പെടും. അന്ന് കർത്താവ് മാത്രം ഉയർന്നു നിൽക്കും. വിഗ്രഹങ്ങൾ നിശേഷം തകർക്കപ്പെടും. ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കാൻ കർത്താവ് വരുമ്പോൾ ഉജ്ജ്വല പ്രഭാതത്തിൻ്റെ ഭീതിദായകമായ ദർശനത്തിൽ നിന്ന് മനുഷ്യൻ പാറയിടുക്കുകളിലും ഗുഹകളിലും ഒളിക്കും. ആരാധിക്കാൻ വേണ്ടി സ്വർണവും വെള്ളിയും കൊണ്ടു നിർമ്മിച്ച വിഗ്രഹങ്ങളെ അന്നവർ പെരിച്ചാഴിക്കും വവ്വാലിനുമായി ഉപേക്ഷിക്കും. ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കാൻ കർത്താവ് വരുമ്പോൾ അവിടുത്തെ ഉജ്ജ്വല പ്രഭാവത്തിൻ്റെ ഭീതിദായകമായ ദർശനത്തിൽ നിന്ന് പാറയിടുക്കുകളിലും ഉയർന്ന പാറകളിലും ഓടി ഒളിക്കുവാൻ വേണ്ടി തന്നെ. മനുഷ്യനിൽ ഇനി വിശ്വാസം അർപ്പിക്കരുത്. അവൻ ഒരു ശ്വാസം മാത്രം. അവനെന്ത് വിലയുണ്ട്? ദൈവവചനമാണ് നാം കേട്ടത്.